2023 ഗൂഗിൾ അവതരിപ്പിച്ചൊരു ഫീച്ചറാണ് ലിസൺ ടു ദിസ് പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമ്മുടെയൊക്കെ ഗൂഗിൾ ക്രോമിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. നമുക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായൊരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ, അത് വാർത്ത വായിക്കാനായാലും എന്തെങ്കിലും കാര്യത്തിന് ഒരു വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഏതു ഭാഷയിലാണോ ഉള്ളത് ആ ഭാഷ നമുക്ക് ക്രോം ബ്രൗസർ തന്നെ വായിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ചില ആർട്ടിക്കിൾ കാണാറില്ലേ, ചില വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് പോകും, എന്നിട്ട് നമ്മൾ ആ വാർത്ത വായിക്കാറില്ലേ. ഇനി മുതൽ വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ഭാഷയായാലും ക്രോം വളരെ വൃത്തിയായിട്ട് നമുക്ക് വായിച്ചു തരും. അത് ഫേസ്ബുക്കിൽ വരുന്ന ഇത്തരം ആർട്ടിക്കിൾ എങ്ങനെയാണ് ക്രോമിൽ കൊണ്ടുവന്നിട്ട് വായിക്കുക എന്നും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ ക്രോം ബ്രൗസറിനകത്ത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം വെബ് ബ്രൗസറിനകത്ത് ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. അതിനുശേഷം ഫേസ്ബുക്കിനകത്തൊക്കെ വരുന്ന ആർട്ടിക്കിൾ എങ്ങനെ ക്രോം ബ്രൗസറിനകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ വായിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ക്രോം ബ്രൗസറിൻ്റെ അകത്തെ ഈ ന്യൂസ് എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ക്രോം ബ്രൗസർ തന്നെ വളരെ വൃത്തിയായിട്ട് വായിച്ചു തരും. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാമല്ലോ. ആ 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെയായിട്ട് ലിസൺ ടു ദിസ് പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ കാണാം. ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വായിച്ചു തരുന്നതാണ്. ഞാനൊന്ന് വായിപ്പിച്ച് കാണിച്ചു തരാം. പാലക്കാട്ടെ ഉൾവനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രത്നം, തട്ടുതട്ടായി താഴേക്ക് പതിക്കും മീൻവല്ലം. മലയാളം ന്യൂസ് പ്രസിദ്ധീകരിച്ചത്. മീൻവല്ലത്ത് 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനശേഷിയുള്ള ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കേട്ടോ, വളരെ വൃത്തിയായിട്ട് തന്നെ വായിച്ചു തരുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു ഭാഷ ഇതിൽ നിന്ന് വായിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഒരു തമിഴ് ന്യൂസാണ്. ഇതിൻ്റെ മുകളിലത്തെ ടൈറ്റിലും കാര്യങ്ങളൊന്നും വായിക്കില്ല, അത് ഹെഡ്ലൈന് മുതലേ വായിച്ചു തുടങ്ങും. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിസൺ ടു ദിസ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ തലൈമൈ നീതിപതിക്ക് എതിരാക 700 വക്കീലുകൾ പ്രഥമർക്ക് കടിതം. കേട്ടോ, വളരെ വൃത്തിയായിട്ട് തന്നെ വായിച്ചു തരുന്നുണ്ട്. ഇനി തമിഴ് അറിയില്ല, ഈ തമിഴ് നമുക്ക് മലയാളത്തിൽ വായിക്കണമെങ്കിലും ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. മുകളിലത്തെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് മലയാളമായിട്ട്. ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് മലയാളം സെറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ സെറ്റിങ്സിൽ പോയിട്ട് മലയാളം സെറ്റ് ചെയ്ത് വെക്കണം, എങ്കിൽ ഇത് മലയാളമാകും. ഇനി നേരത്തേതുപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിസൺ ടു ദി സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മലയാളത്തിൽ ചീഫ് ജസ്റ്റിസിനെതിരെ 700 അഭിഭാഷകർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ദിനമലർ പ്രസിദ്ധീകരിച്ചത്. ഇനി ഞാൻ മറ്റൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇത് 24 ന്യൂസിൻ്റെ ഒരു ആർട്ടിക്കലാണ്. നമ്മൾ ആർട്ടിക്കൽ ക്ലിക്ക് ചെയ്തിട്ട് വായിക്കാറില്ല, ലിങ്കിലായാലും എന്തിലായാലും. ഞാനിപ്പോൾ ഈ മഹാശിവരാത്രിയുടെ ഒന്ന് വായിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഫേസ്ബുക്കിനകത്ത് നിന്ന് തന്നെയാണ് ആർട്ടിക്കൽ ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഓപ്ഷൻ ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ വാർത്ത നമുക്ക് വായിക്കാൻ മടിയുണ്ട്, നമുക്ക് ക്രോം ബ്രൗസറിനെ കൊണ്ട് വായിപ്പിക്കണമെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് 3 ഡോട്ട്സ് കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ എക്സ്റ്റേണൽ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ക്രോം ബ്രൗസറിനകത്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഓപ്പൺ ഇൻ എക്സ്റ്റേണൽ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അത് ക്രോം ബ്രൗസറിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ലിസൺ ടു ദിസ് പേജ് ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഇത് എനിക്ക് വാർത്ത വായിച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും